SSLC എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അറബിക് എഴുതി കഴിഞ്ഞ കുട്ടികൾക്കൊരു ആകാംക്ഷയുണ്ടാവും, നിങ്ങളുടെ വൺ വേർഡ് തെറ്റിയിട്ടുണ്ടോ, ആൻസർ തെറ്റിയിട്ടുണ്ടോ. നോക്കാം, നമുക്ക് ആൻസർ കീ നോക്കാം. ഇത് ഇപ്പോൾ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. എല്ലാവരും അവരുടെ മാർക്കൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ. ജസ്റ്റ് നോക്കി പോയാൽ മതി. ഇനി അഥവാ ഇനി മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷനാവൊന്നും വേണ്ട. അടുത്ത എക്സാമിന് ശരിക്കും ഉഷാറാക്കി പഠിക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഡാഷ് അദ്നാൻ ഇലൽ മൈതാനി. അദ്നാൻ മൈതാനത്തിലേക്ക് പോകുന്നു എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ അദ്നാൻ ഒരു പുരുഷനായതുകൊണ്ട് യഹ്റുജു എന്നാണ് വരിക. യഹ്റുജു. സ്ത്രീ ആണെങ്കിലോ, ഒരു ഫാത്തിമയാണ് ഇവിടെയെങ്കിൽ എന്തായിരിക്കും ആൻസർ? തഹ്റുജു എന്നായിരിക്കും. ഇവിടെ അദ്നാൻ ആയതുകൊണ്ട് യഹ്റുജു എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. യലഅബു രാജു ജയ്യിദൻ. രാജു നന്നായി കളിക്കുന്നു. മഅ അന്നഹു എന്നതാണ് ആൻസർ. പിന്നെ ആൺകുട്ടി ആയതുകൊണ്ടാണിത്. അടുത്ത ചോദ്യം കാനാഹ്വാത്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കാനയുടെ ഇസ്മിനിക്ക് അല്ലെങ്കിൽ മുബ്തദനിക്ക് റഫാണ്, അതിൻ്റെ ഖബറിനക്ക് നസ്ബാണ്. അപ്പോൾ കാന കഴിഞ്ഞാൽ അടുത്ത വാക്ക് ഇസ്മായിരിക്കും, അതിന് റഫായിരിക്കും. അല്ലെങ്കിൽ കാനയുടെ ഇസ്മിനിക്ക് റഫാണ്. സാലിമുൻ. ആൻസർ ഏതാണ്? കാന സാലിമുൻ റജുലൻ സോലിഹൻ. സാലിമ് സോലിഹായ ഇതിനായിരുന്നു. അടുത്ത ചോദ്യം. ഡാഷ് മുമരിലാത്തുൻ ഫിൽ മുസ്തഷ്ഫ. ഹോസ്പിറ്റലിലെ നഴ്സുകളാണ്. ജമ്മാണ് വരേണ്ടത്. ഹിയ എന്ന് പറഞ്ഞാൽ അവളാണ്. ഹും എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ്, പക്ഷേ അത് മുദക്കറാണ്, ആണുങ്ങൾക്കുള്ളതാണ്. ഹുന്ന സ്ത്രീകൾക്കുള്ളതാണ്. അവർ ഹുന്ന മുമരിലാത്തുൻ ഫിൽ മുസ്തഷ്ഫ. അടുത്ത ചോദ്യം. ഫാത്തിമത്തു വജുമാന തഅമലാനി. ഇല്ലേ? ഫാത്തിമയും ജുമാനയും തഅമലാനി, അവർ രണ്ടുപേരും ജോലി ചെയ്യുന്നു. ഇനിയിവിടെ ഈ ഫാത്തിമക്കും ജുമാനക്ക് പകരം നബീലും സമദാണെങ്കിലോ യഅമലാനി വരിക. നബീലു വസമദു യഅമലാനി എന്നാണ് വരിക. ഓക്കെ, ഇത് സ്ത്രീകളായതുകൊണ്ട് തന്നെയാണ് തഅമലാനി എന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എല്ലാവരും ഉത്തരം എഴുതിയില്ലേ? അടുത്ത ചോദ്യം നോക്കാം. അറാദ അമീനു അൻ യർജിഅ ഇലൽ ബൈത്തി. അമീൻ ഉദ്ദേശിക്കുന്നു, ആഗ്രഹിക്കുന്നു, അൻ യർജിഅ അവൻ മടങ്ങാൻ ഇൽ ബൈത്തി വീട്ടിലേക്ക്. അല്ലൻ കയ്യിദൻ, അത് പഠിച്ചവർക്ക് ഇത് കിട്ടും അല്ലേ? അറാദ അമീനു അൻ യർജിഅ ഇലൽ ബൈത്തി. ഓക്കെ, എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് പാർട്ട്. ഏതെങ്കിലും ചോദ്യത്തിന് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂട്ടുകാരിലേക്ക് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.